ഒരു ആംബുലൻസിന് വഴിയൊരുക്കി കൊടുക്കുന്നത് നോക്കൂ. ഒരു ആംബുലൻസ് വരുന്നത് കണ്ടിട്ടും, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു 20 മീറ്റർ മുമ്പെങ്കിലും ആംബുലൻസിൻ്റെ സൈറൺ കേൾക്കാവുന്നതാണ്. പക്ഷെ നോക്കൂ, ആ എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇതാണ് ഒറിജിനൽ സ്റ്റോറി. നമുക്ക് പുറകിൽ നിന്ന് കേൾക്കാം. അപ്പോൾ ആംബുലൻസിന് കയറിപ്പോകാനായിട്ട് സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അതുപോലെ തന്നെ കുറച്ച് ചെല്ലുമ്പോൾ ഒതുക്കി കൊടുക്കുന്നുമുണ്ട് ആംബുലൻസ് അടുത്തെത്തിയപ്പോൾ. ആ വാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. ചെല്ലുമ്പോഴത്തേനും വാൻ ആ സമയത്ത് തന്നെ ഓവർടേക്ക് ചെയ്യുകയാണ്. മുമ്പേ പോകുന്ന റെഡ് കാറ് കുറച്ചും കൂടി ബോധമുണ്ട്. അത് ഒതുക്കി, അത്രയ്ക്ക് ബോധമില്ലെങ്കിലും ഒതുക്കി കൊടുക്കുന്നുണ്ട് ഒരു സ്റ്റേജിൽ. എന്നാൽ അപ്പുറത്തുനിന്ന് വരുന്ന ബസ്സും വാനും കാറും ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് നോക്കൂ. ഒരു എമർജൻസി സൈറൺ ഇട്ട് പോകുന്ന ഒരു ആംബുലൻസിന് വരുന്ന സമയത്ത് നമ്മളിങ്ങനെയാണോ പൊതുനിരത്തിൽ പെരുമാറേണ്ടത്? അതിൻ്റെ ഇടയ്ക്ക് ഈ കറുത്ത കാറ് നോക്കൂ, അതിൻ്റെ ഇടയ്ക്ക് ഒരു എൻട്രൻസും. എന്ത് തരം കൾച്ചറിലാണ് ആൾക്കാർ പൊതുനിരത്തിൽ വണ്ടി ഓടിക്കുന്നതെന്ന് നോക്കൂ. ഇത് തീരെ ശരിയായ ഒരു നടപടിയേ അല്ല. നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചർ അടിമുടി നമ്മൾ മാറ്റേണ്ടതുണ്ട്. നമ്മൾ എന്താണോ നിരത്തിൽ പെരുമാറുന്നത് അതാണ് കൾച്ചറാകുന്നത്. അല്പം കൂടി സാമൂഹിക പ്രതിബദ്ധതയോടെ വേണം നമ്മൾ പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കുവാൻ. ശ്രദ്ധയോടുകൂടിയും മാന്യതയോടുകൂടിയുമുള്ള ഡ്രൈവിങ് നമ്മുടെ റോഡുകൾ കൾച്ചറുള്ളതാക്കുന്നു.